KSRTCയിൽ 715 രൂപ ദിവസവേതനത്തിലായിരുന്നു യദു ജോലി ചെയ്തിരുന്നത്. 2 ആഴ്ചയോളമായി ജോലിയില്ലാതായതോടെ പ്രതിസന്ധിയിലാണ് യദുവും കുടുംബവും. ഇപ്പോൾ മാഡത്തിൻ്റെ പേരിലായാലും സാറിൻ്റെ പേരിലായാലും MLA സാറിൻ്റെ പേരിലായാലും പരാതി 5 പേരുടെ പേരിലും കേസുണ്ട്. അവർ ജാമ്യത്തിൽ പോലുമല്ല. ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് പോലും എനിക്ക് ജോലി തരാത്തൊരവസ്ഥയാണ്. എന്ന് വെച്ചാൽ ദിവസവേതനമാണ്. അവർക്ക് പൈസ കിട്ടുന്നുണ്ട്, അവർക്ക് ശമ്പളം നല്ല പൈസകളൊക്കെ കിട്ടുന്നുണ്ട്. എന്നെ സഹായിക്കാനായാലും സഹായിക്കണമെന്നല്ല, എനിക്ക് ജോലി ചെയ്യാനുള്ളൊരു ഒരു അനുമതി കിട്ടിയാലും മതിയായിരുന്നു. പോലീസ് കേസെടുത്തെങ്കിലും തുടർ നടപടിയിൽ വിശ്വാസമില്ലെന്നും യദു പറയുന്നു. മേയർ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വരുത്താനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നാണ് ആരോപണം. പോലീസ് അന്ന് എന്നെ കൊണ്ടുപോയി മൊഴിയെടുക്കുകയല്ല ചെയ്തത്. അവർ പച്ചയായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ ചോദ്യം ചെയ്യില്ലായിരുന്നു. എനിക്ക് കോടതിയിലെ വിശ്വാസമുള്ളൂ. പോലീസുകാരെ എനിക്ക് വിശ്വാസമില്ല. എന്തെന്ന് വെച്ചാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ ഇതിൻ്റെ കീഴിലായതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതേസമയം യദുവിനെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ KSRTC നിലപാടെടുത്തിട്ടില്ല. KSRTC വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകൂ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.